നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതോടെ ലോകത്തെ ഏറ്റവും തിരക്കേറിയ ആകാശപാതകൾ നിശ്ചലമായത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഫ്ലൈറ്റ് റഡാറുകളിൽ വിമാനങ്ങളുടെ നീക്കം അസാധാരണമായ വിധം വഴിതിരിച്ചുവിടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി നാം കണ്ടുകൊണ്ടിരുന്നത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് വ്യോമപാതകൾ അടച്ചതോടെ ലോകത്തെവിടെയും എപ്പോഴും പറക്കുന്ന പ്രൗഢിയുള്ള റോയൽ വിമാനം എമിറേറ്റ്സ് പോലും ആകാശത്ത് വട്ടം കറങ്ങേണ്ടി വന്നു. ഇപ്പോഴിതാ താൽക്കാലികമായി അടച്ചിട്ടിരുന്ന ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും തുറക്കുകയാണെന്ന ശുഭവാർത്തയാണ് വരുന്നത്. ഇതോടെ എമിറേറ്റ്സ് എയർലൈൻസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു. രാജ്യത്ത് നിലനിന്ന വ്യോമാക്രമണ ഭീഷണിയെ തുടർന്ന് UAE ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിലാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നത്. സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനയാണിത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായി വിമാനത്താവള അധികൃതർ എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചു. താൽക്കാലികമായി നിർത്തിവെച്ച വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസും സ്ഥിരീകരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനങ്ങളിൽ ടിക്കറ്റ് ഉറപ്പായ യാത്രക്കാർക്ക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാമെന്ന് എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട്. ദുബായ് വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് അവരുടെ തുടർന്നുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ യാത്ര തുടരാമെന്നും വിമാന കമ്പനി വ്യക്തമാക്കി. നിലവിലെ സാഹചര്യങ്ങൾ എമിറേറ്റ്സ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതനുസരിച്ച് വരും ദിവസങ്ങളിലെ വിമാന ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്താനും സാധ്യതയുണ്ട്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് കമ്പനി പ്രഥമ പരിഗണന നൽകുന്നതെന്നും എയർലൈൻസ് അറിയിപ്പിൽ ഊന്നി പറഞ്ഞു. വിമാനത്താവളം അടച്ചിടുന്നതിലേക്ക് നയിച്ച വ്യോമാക്രമണ ഭീഷണി സംബന്ധിച്ച് UAE അധികൃതർ രാവിലെ വീണ്ടും അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു. രാജ്യത്തെ വ്യോമ പ്രതിരോധ സംവിധാനം നിലവിലൊരു മിസൈൽ ആക്രമണ ഭീഷണി പ്രതിരോധിക്കുകയാണെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനങ്ങൾ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ തുടരണമെന്നും ഔദ്യോഗിക ചാനലുകൾ വഴിയുള്ള മുന്നറിയിപ്പുകളും അപ്ഡേറ്റുകളും പിന്തുടരണം എന്നും അധികൃതർ നിർദ്ദേശിച്ചു. UAE നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസം പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്നു. പ്രവാസികളും സന്ദർശകരും അതീവ ജാഗ്രത പാലിക്കണമെന്നും എന്നാൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്നുമാണ് എംബസി അറിയിച്ചത്. സമാധാനം പാലിക്കണമെന്നും UAE അധികൃതരുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരണമെന്നും എംബസിയുടെ മുന്നറിയിപ്പിലുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് UAEയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും എംബസി ആഹ്വാനം ചെയ്തു. അടിയന്തര സാഹചര്യങ്ങൾ നിയന്ത്രിച്ച് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചത് രാജ്യത്തെ വ്യോമയാന മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. എങ്കിലും വരും ദിവസങ്ങളിലും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ആഗോള വ്യോമയാന മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചത് ആശ്വാസകരമാണെങ്കിലും പൂർണ്ണമായ സാധാരണ നിലയിലേക്കുള്ള മടക്കം ഇനിയും സമയമെടുക്കും. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് വിമാന കമ്പനികൾ ജാഗ്രത തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യേണ്ടതും അനിവാര്യമാണ്.